ഹായ് നമസ്കാരം. പത്രോസ് പാലക്കാടാണ്. എന്തൊക്കെയാണ് എല്ലാവരും വിവരങ്ങളൊക്കെ പറയും? സുഖം തന്നെയല്ലേ? എന്ത് പറയണോ? എല്ലാവരും ഉഷാറല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? ചായ കുടിയൊക്കെ കഴിഞ്ഞോ? വേറെ എന്ത് പറയണു? അപ്പോൾ കുട്ടികൾ ഇനി +2 കഴിഞ്ഞ് പുതിയ പഠനത്തിലേക്കും അവൻ്റെ പുതിയ പഠനം ജോലി കിട്ടാൻ മാർഗം ഉള്ള മാർഗത്തിലേക്കൊക്കെ പഠനം പുതിയ സ്ഥലത്തേക്കാവും, പുതിയ പഠനത്തിലേക്ക് പോകും, പുതിയ കൂട്ടുകാർ വരും, പുതിയ ആൾക്കാർ വേണം, പുതിയ സ്ഥലങ്ങളിലായിരിക്കും, ചിലപ്പോൾ ദൂരെയൊക്കെ പോയി പഠിക്കണം. അപ്പോൾ പല കൂട്ടുകെട്ടുകളും വരും. നമുക്ക് കുട്ടികൾക്ക് കൂട്ടൊക്കെ നല്ലതാണ്. കൂട്ടുകെട്ടുകൾ നാശത്തിലേക്കും കൊണ്ടുവരും, നല്ലതിലേക്കും വയ്ക്കും. നല്ല കൂട്ടിനെ നമ്മൾ കൂട്ടുകൂടുക. അപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു പ്രതീക്ഷകളും ചിന്തകളുമുണ്ട് കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ പഠിച്ചെന്തിരിക്കുക. അപ്പോൾ എളുപ്പം ജോലി കിട്ടുന്ന രീതിയിലുള്ള പഠനത്തിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നമ്മളും ഇങ്ങനെ കുട്ടികളുടെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറിയതാണ്. അപ്പോൾ അതുകൊണ്ട് പറയാം. അപ്പോൾ നമുക്ക് നല്ലത് നാശത്തിലേക്ക് പോകരുത്. അതുപോലെ പിന്നെ ലഹരി, മയക്കുമരുന്ന്, ഇതിലൊന്നും പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്കൊരു പിന്താണുണ്ട്. ഇതൊക്കെ ഇപ്പോഴും രസമായിരിക്കും, പിന്നീടത് നിങ്ങളുടെ നാശത്തിലേക്കാവും. നിങ്ങളുടെ ജീവിതം ഒക്കെ, നിങ്ങളുടെ പഠനം എല്ലാം ബാധിക്കും, നാശത്തിലേക്ക് പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നല്ല കുട്ടികളെ ഉന്നതിയിലെത്തുക. നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികൾ വീട്ടിലൊരു സമാധാനം കൊടുക്കും. പുറമെ കുട്ടികൾക്കൊക്കെ ഒരു സ്വാതന്ത്ര്യവും സമാധാനം ഒക്കെ, ഒരു ഐക്യത തുറന്ന് അപ്പനോടും അമ്മയോടായാലും പറയാനുള്ളത് വേണം. കുട്ടികൾക്ക് അങ്ങോട്ടും അപ്പനും അമ്മയും കുട്ടികളോട് പറയാൻ ചോദിക്കലും അങ്ങനെയൊക്കെ ഒരു കാര്യം. ഇപ്പോൾ ദൂരെ പഠിക്കാൻ പോകുമ്പോൾ എപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക. എല്ലാവർക്കും നല്ലവറ്റ പുതിയ പഠനത്തിലേക്ക് പോകുമ്പോൾ പുതിയ പല കണ്ടെത്തലും കൂട്ടുകാരും കൂടും. നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുക, നല്ല പഠനം തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും എൻ്റെ ഒക്കെ വളരട്ടെ, ഭാവി വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല ചിന്താഗതി വരട്ടെ, നല്ല ആശയവും നല്ല ചിന്താഗതി ഒക്കെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരരെ, നമ്മൾ എത്ര നാൾ ജീവിച്ചിരുന്നു എന്നല്ല അർത്ഥമില്ല. ജീവിച്ചിരുന്ന കാലം നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ലവരെ മറ്റുള്ളവരെ കുറ്റം പറയാതെയോ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുകയൊക്കെ. എനിക്കതെന്ന് വെച്ചാൽ ഞാൻ ആരും കുറ്റം കേൾക്കാനും നിൽക്കില്ല, കളിയാക്കാനും നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ വിജയത്തിലെത്തി. ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ വെറുതെ ഇരിക്കണ്ട, ഇപ്പോൾ വെറുതെ ഇരിക്കുക, എനിക്ക് ജോലിക്കൊന്നും പോകണ്ട പറഞ്ഞു. അപ്പോൾ നല്ല രീതിയിലൊക്കെ അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുക നല്ല രീതിയിൽ ഒക്കെ. ആരെങ്കിലും ആവാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ആവും. ജീവിതത്തിൽ നല്ല പഠനം, നല്ല വിദ്യാഭ്യാസം ഒക്കെ നേടുക. എനിക്ക് ഇപ്പോൾ പിന്നീടാണ് നമ്മളിതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുന്നത്, വലുതാകുമ്പോഴാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചൊന്നുമില്ല, പഠിക്കാനൊന്നും പോകില്ല. എനിക്കന്ന് കൂട്ടകുടുംബമല്ലേ, ഇപ്പോൾ ഇന്നത്തെ കാര്യമില്ല, പണ്ടൊക്കെ കൂട്ടകുടുംബമല്ലേ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നീടാണ് അതുകൊണ്ട് എനിക്ക് നേടാതെ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ നേടിച്ചു. അവരെ വിദ്യാഭ്യാസം കൊടുത്തു, ഒക്കെ അവർ വിചാരിച്ച നിലയിലെത്തിച്ചു. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാതെ അസൂയപ്പെടാതിരിക്കുക. നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് പറ്റുന്ന മനസ്സോട് വരട്ടെ. ഓക്കെ, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടുക. നിങ്ങളിലൊരുവാണ്. എല്ലാ വിശേഷങ്ങളായിട്ട് വരാം. ഓക്കെ.